മുത്തശ്ശന്റെ പാരമ്പര്യം, അത് കഴിഞ്ഞ് അച്ഛന്റെ പാരമ്പര്യം, അതൊക്കെ തന്നെയാണ് ഈ നാട്ടുകാരിൽ. ഇപ്പൊ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഫുൾ കോൺഗ്രസ് ആണ്, ഒന്നും ഭയക്കേണ്ടാന്ന്. ഇത്തരത്തിലുള്ള ഒരു ആശ്വാസവാക്കൾ എന്നല്ല, ഇത്തരത്തിലുള്ള ഒരു അഷുറൻസ് ഇവരിൽ നിന്ന് ലഭിക്കുമ്പോൾ ഒരു സന്തോഷമാണ്. അല്ലാതെ നമ്മൾ പറയുന്നത് നമ്മൾ ഒരിക്കലും റിസൾട്ട് നോക്കിയിട്ടല്ലല്ലോ നമ്മൾ ഇതിനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഫൈറ്റുള്ള ഒരു സ്ഥലത്ത് അച്ഛൻ ഒരിക്കലും ചൂസ് ചെയ്യില്ല. അപ്പൊ നമ്മള് ജനങ്ങളുടെ ഒരു സന്തോഷത്തിന് മീൻസ് നമ്മൾ പറയില്ലേ, അവരുടെ ഒരു ഈ പറയുന്നതാണ് നമ്മളൊരു സന്തോഷം, അവരൊരു വിശ്വാസം എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വരുന്നത്, അത്രേ ഉള്ളൂ. എന്റെ പേര് അരുൺ എന്നാണ്. ഞാൻ സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ മകനാണ്. അപ്പൊ അച്ഛന് വേണ്ടി ഇത്തവണ എന്തായാലും പ്രാർത്ഥിക്കണം, അറിയുന്ന എല്ലാവരുടെ അടുത്തും പറയണം. അപ്പൊ നമുക്ക് ഇത്തവണ അതാണ് ഞാനിപ്പോ പറഞ്ഞത്, ഒരു UDFന്റെ ഭരണം നമുക്ക് എന്തായാലും ഉണ്ടാവും. തിരുവനന്തപുരത്ത് കാഞ്ഞിരംപാറയിലുള്ള ഒരു കോളനിയിലാണ് കർമാനോസ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥി, കോൺഗ്രസ് സ്ഥാനാർത്ഥി ശ്രീ കെ മുരളീധരന്റെ മകൻ ഇന്ന് പ്രചാരണത്തിന് ഇറങ്ങുകയാണ്. അദ്ദേഹം പറയുന്നത് ഇനി ആരാണ്, അച്ഛനല്ല, ഇനി ആര് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിന്നാലും അവർക്ക് വേണ്ടി ഇക്കുറി താൻ പ്രചരണത്തിന് ഇറങ്ങുമെന്ന് നേരത്തെ ഉറപ്പിച്ചിരുന്നു എന്നാണ് അരുൺ നാരായണന്റെ വാക്കുകൾ. എന്തായാലും അരുണിന്റെ ആ ഒരു പ്രചരണ രീതികൾ, ഓരോ വീട്ടിലും പേഴ്സണലി ചെന്ന് അവരോടെല്ലാം ചേച്ചി, ചേട്ടാ, അമ്മേ, ഓർക്കണേ, അച്ഛന് വോട്ട് കൊടുക്കണേ, നമുക്ക് ജയിക്കണം എന്നുള്ള വാക്കുകൾ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു പ്രചരണത്തിന്റെ രീതി നമുക്ക് ഒപ്പം നടന്ന് കണ്ടിട്ട് വരാം. അല്ല, ഇപ്രാവശ്യം എന്തായാലും പ്രചാരണത്തിന് ഇറങ്ങണം എന്നുള്ളത് തീരുമാനിച്ചതായിരുന്നു. അത് UDFന്റെ ആരാണെങ്കിലും ഇറങ്ങുന്ന തീരുമാനിച്ചതായിരുന്നു. ഇപ്പൊ നിങ്ങളെല്ലാവരും കണ്ടത് മാത്രമാണ് ഒരു സർപ്രൈസ് ആയിട്ട് വന്നത്. അതെ, അരുൺ ബേസിക്കലി അരുൺ എന്താണ്? ഞാൻ ശരിക്കും UAE എനിക്ക് സ്വന്തം ബിസിനസ്സാണ്. ഇപ്പോൾ ഫാമിലി ആയിട്ട് ഞാൻ UAE സെറ്റിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സാധാരണ ഇലക്ഷൻ ആകുമ്പോൾ നമ്മളാൽ പറ്റുന്ന പോലൊക്കെ നമ്മൾ വന്ന് സഹായിക്കാറുണ്ട്. അപ്പോൾ 2011-16 അച്ഛന് വേണ്ടി വോട്ട് ചോദിച്ച് ഇറങ്ങിയിട്ടുള്ളത്. ഇത്തവണ മുമ്പും അരുൺ ഇറങ്ങിയിട്ടുണ്ട്, പക്ഷെ ഇത്തവണ അച്ഛന് വേണ്ടി പർട്ടിക്കുലർ ആയിട്ട് എന്തെങ്കിലും മനസ്സിലുണ്ടോ, ഇങ്ങനെ വേണം അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രചരണ സ്റ്റൈല്, ജനങ്ങളോട് അങ്ങനെ ഒരു ആവശ്യം, അങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ടോ? ഇല്ല, അങ്ങനെ ഒരിക്കലും നമ്മൾ പറയില്ല. ഒരു ഇത് നോക്കിയിട്ടല്ലല്ലോ നമ്മൾ ഇതായിട്ട് ഇറങ്ങുന്നത്. ഇപ്രാവശ്യം നമുക്ക് എന്തായാലും ഒരു ഭരണമാറ്റം വേണം. കേരളത്തിൽ എല്ലായിടത്തും UDFന് അനുകൂലമായ ഒരു സാഹചര്യമാണുള്ളത്. അപ്പൊ UDFന് ഒരു MLA ഇവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഒരു ഗുണം മണ്ഡലത്തിനും ഉണ്ടാവും. അപ്പൊ അത് മാത്രം പറയും, അത്രയേ ഉള്ളൂ. ചേട്ടാ നമസ്കാരം, എന്റെ പേര് അരുൺ എന്നാണ്. ഞാൻ കെ മുരളീധരന്റെ മകനാണ്. ആണല്ലേ? അപ്പൊ എല്ലാവരുടെ അടുത്തും പറയും കൂടെ വേണം കേട്ടോ. ഓക്കെ, താങ്ക്സ് അലോൺ. അപ്പൊ കാണാം ചേട്ടാ. മുത്തശ്ശന്റെ ഒരു പാരമ്പര്യം, അത് കഴിഞ്ഞ് മുത്തശ്ശന്റെ പാരമ്പര്യം, അത് കഴിഞ്ഞ് അച്ഛന്റെ പാരമ്പര്യം, അതൊക്കെ തന്നെയാണ് ഈ നാട്ടുകാരിൽ. ഇപ്പൊ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഫുൾ കോൺഗ്രസ് ആണ്, ഒന്നും ഭയക്കേണ്ടാന്ന്. ഇത്തരത്തിലുള്ള ഒരു ആശ്വാസവാക്കൾ എന്നല്ല, ഇത്തരത്തിലുള്ള ഒരു അഷുറൻസ് ഇവരിൽ നിന്ന് ലഭിക്കുമ്പോൾ ഒരു സന്തോഷമാണ്. അല്ലാതെ നമ്മൾ പറയുന്നത് നമ്മൾ ഒരിക്കലും റിസൾട്ട് നോക്കിയിട്ടല്ലല്ലോ നമ്മൾ ഇതിനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഫൈറ്റുള്ള ഒരു സ്ഥലത്ത് അച്ഛൻ ഒരിക്കലും ചൂസ് ചെയ്യില്ല. അപ്പൊ നമ്മള് ജനങ്ങളുടെ ഒരു സന്തോഷത്തിന് മീൻസ് നമ്മൾ പറയില്ലേ, അവരുടെ ഒരു ഈ പറയുന്നതാണ് നമ്മളൊരു സന്തോഷം, അവരൊരു വിശ്വാസം എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വരുന്നത്, അത്രേ ഉള്ളൂ. അച്ഛൻ ധീരനായ ഒരു പോരാളിയാണ്, പോരാളിയുടെ മകൻ. നമസ്കാരം, എന്റെ പേര് അരുൺ എന്നാണ്. ഞാൻ സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ മകനാണ്. അപ്പൊ അച്ഛന് വേണ്ടി ഇത്തവണ എന്തായാലും പ്രാർത്ഥിക്കണം, അറിയുന്ന എല്ലാവരുടെ അടുത്തും പറയണം. അപ്പൊ നമുക്ക് ഇത്തവണ അതാണ് ഞാനിപ്പോ പറഞ്ഞത്, ഒരു UDFന്റെ ഭരണം നമുക്ക് എന്തായാലും ഉണ്ടാവും. അപ്പൊ അത് ഒരു കോൺഗ്രസിന്റെ ഒരു MLA നമുക്ക് എന്തായാലും വേണം. അതിനുവേണ്ടി എല്ലാവരുടെ അടുത്തും പറയണം. നമ്മളെ ബൂത്തിലെ ട്രഷറിയാണ്. അയ്യോ, അത് ശരി. അതാണ് വന്ന് നമ്മൾ പറയില്ല, എല്ലാവരുടെ അടുത്തും സംസാരിക്കുമ്പോൾ ഒക്കെ നമ്മളുടെ ആൾക്കാർ തന്നെയാണ്. അപ്പോൾ എല്ലാവരുടെ അടുത്തും പറയണം ചേട്ടാ. ഓക്കെ, സന്തോഷം എന്തായാലും കണ്ടതിൽ. ഇനിയും നമുക്ക് കാണണം. ഓക്കെ, ശരി, കാണാം. മന്ത്രിയാണ് നമ്മൾ MLA ആവാനല്ലേ? MLA അല്ല, മന്ത്രിയാണ്, നമ്മുടെ മന്ത്രിയാണ്, വട്ടിയൂർക്കാവിന്റെ മന്ത്രിയാണ്, നമ്മുടെ സ്വന്തം മന്ത്രി MLA. എന്തായാലും ഇതിവിടെ ഈ അച്ഛന്റെ മുഖത്ത് തെളിഞ്ഞൊരു പുഞ്ചിരിയുണ്ട് അരുൺ സംസാരിക്കുന്ന സമയത്ത്. ആ പുഞ്ചിരി തന്നെയാണ് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം. ഇവിടെയുള്ള ജനങ്ങളിലെല്ലാം ആ ആത്മവിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ മുരളീധരന്റെ ഒരു മടങ്ങി വരവ് വട്ടിയൂർക്കാവിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ മകനൊപ്പം ഈ ജനങ്ങളും വിശ്വസിക്കുന്നത്. എന്നാലും അച്ഛനും ഈ മകനും ഞങ്ങൾ അഡ്വാൻസ് ആയിട്ട് ആശംസകൾ അറിയിക്കുകയാണ്.